പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഉടമ്പടി ധ്യാനത്തിലെ ലിസ മുക്കണ്ണൂർ എന്ന് പറഞ്ഞ സഹോദരിയുടെ സാക്ഷ്യങ്ങളാണ് വചന വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. അവരുടെ ഉടമ്പടിയിൽ നമ്മുടെ യൂട്യൂബിൽ അത് സാക്ഷ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലിസ മുക്കണ്ണൂരിൻ്റെ സാക്ഷ്യം ഒരു പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആ സഹോദരി ഉടമ്പടിയിൽ ഉറച്ചു തന്നത് എങ്ങനെയാണ് ഒരു ഗെറ്റ് ത്രൂ അവർക്ക് ലഭിച്ചതെന്ന് അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ എപ്പോഴും ഉടമ്പടിയിലെ ഓരോ കേസ് ഹിസ്റ്ററി എടുക്കാൻ കാരണം ഉടമ്പടി ചെയ്തു പോയ ആൾക്കാർക്ക് അവരുടെ ഓരോ വിഷയത്തിന് ഹൗ ടു മൂവ് ഇറ്റ്, ഹൗ ടു കൺഫ്രണ്ട് ഇറ്റ്, എങ്ങനെയാണ് നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുക, അതിന് നിങ്ങൾക്ക് പ്രത്യേക ഊർജ്ജം നൽകുന്നതാണ് നമ്മുടെ സാക്ഷ്യാനുഭവങ്ങൾ. ലിസ സഹോദര സാക്ഷ്യം അവർ പറയണത്, അവർ സൗദി നേഴ്സാണ്. അവർ റിട്ടേൺ ചെയ്ത് പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന ചില അപ്ഹീവൽ, കുറേ കലാമിറ്റി നടക്കുന്നുണ്ട് കാര്യം എംബസിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്നാമത്തെ കാര്യം, അവിടെ അവർ അക്കാമ വർക്ക് പെർമിറ്റ് സറണ്ടർ ചെയ്ത് നേരത്തെ അത്, പക്ഷേ നിയമത്തിൻ്റെ രീതിയിൽ അവർക്ക് റിലീവിങ് ഓർഡർ, തിരിച്ച് നാട്ടിലേക്ക് പോരാനുള്ള ഓർഡർ അവർ സൗദി കൊടുക്കുന്നത് ആ റിട്ടേൺ ഫ്ലൈറ്റിൻ്റെ ദിവസമാണ്. ആ ഫ്ലൈറ്റ് റിട്ടേൺ ആകുന്ന തിരിച്ച് ഇന്ത്യയിലേക്ക് പോരുന്ന സമയത്താണ് അത് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് എൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സാധാരണ കിട്ടാറുണ്ട്, ആൾക്കാർ പോകാറുണ്ട്. പക്ഷേ ഇവർക്കൊരു പ്രശ്നമുണ്ടായി. ഇവരുടെ പ്രശ്നമെന്ന് പറയണത്, എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമുണ്ട്. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് 4 മണിക്കൂറാണിപ്പോൾ. അപ്പോൾ 4 മണിക്കൂർ റിപ്പോർട്ട് ചെയ്യണം. അവർക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം ആൾ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ഇവർ വിസ റിലീവിങ് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താ പറയണത്, നിങ്ങളുടേത് റിലീവിങ് ഓർഡർ വിത്ത് ഹെൽഡാണ്, പിടിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അക്കാമ എക്സ്പയർ ആയിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷെ അവർ കൊടുക്കുമ്പോൾ എക്സ്പയർ ആയിട്ടില്ലായിരുന്നു. അവർ സറണ്ടർ ചെയ്യുമ്പോൾ അക്കാമ എക്സ്പയർ അല്ല. പക്ഷേ ഈ സൗദിക്കാരെ വെച്ച് ഇവർ നാട്ടിലേക്ക് പോരേണ്ട ദിവസം വരെ വെച്ച് താമസിപ്പിച്ച കാരണം അക്കാമ എക്സ്പയർ ആയിപ്പോയി. അതാണ് അപ്പോൾ ഓരോ ഇഷ്യൂ തന്നെ കണ്ടില്ലേ മക്കളെ. ഇതൊക്കെ നമ്മളെങ്ങനെ ചിന്തിച്ച്, ജീവിതം ഇങ്ങനെയാണ്, നമ്മൾ എത്ര ഷാർപ്പായിട്ട് ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിലും പെട്ടെന്ന് തീ കയറി പിടിക്കും. നമ്മൾ ഈ ഒരു മിനിമം എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ലൈനിൽ എപ്പോഴും നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാവരും അല്ല, കുറേ പേരൊക്കെ. ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ദൈവത്തിനോടൊക്കെ നമ്മൾ കമന്നടിച്ച് വീണൊക്കെ പ്രാർത്ഥിക്കും, വേണേൽ പല്ലും കളയും. പക്ഷേ അത് കഴിയുമ്പോൾ പിന്നെ ഇവർ ശാന്തമാകും. ഇത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. അങ്ങനെ ചെയ്യരുത്. ഒരു മിനിമം, ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് റിസർവ് അതിൽ പെട്രോളുണ്ട്. ആ റിസർവ് നമുക്ക് ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ എത്രയും അരമണിക്കൂറിൽ അടിക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയട്ടെ. ഇതിങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഇല്ലാത്ത കുറേ ജീവിതങ്ങളുണ്ട്. ദൈവകൃപ പോയാൽ ഇവരറിയത്തില്ല. അത് ഭയങ്കരമായ ഒന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. കർത്താവായ ദൈവമേ, അങ്ങയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ആത്മീയമായി എന്നെ വളർത്തണമേ. ആത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് എൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് എപ്പോഴും റിസീവർ ആയാൽ തന്നെ റിസീവറിങ് ഇൻഡിക്കേറ്റർ ഉണ്ടാകണം നമുക്ക്. അതായത് അത് ദൈവം നമുക്ക് അത് തോന്നിക്കും ഇല്ലേ. ബോഡി ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ ബോഡിയിൽ എന്തോ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് തോന്നിക്കത്തില്ലേ. അതുപോലെയാണ് നമ്മൾക്ക് നിനച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേയ്മെൻറ്റ് സ്റ്റോപ്പാകുന്നു. അപ്പം നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് ഇപ്പോൾ ആലപ്പുഴയൊക്കെ കയറ്റ് ഓഫീസിൻ്റെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് ഒരു കയറ് നമ്മൾ വാങ്ങിക്കുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ്. കയർ അവരുടെ കയ്യിലും കാശ് അവരുടെ കയ്യിൽ, നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതെന്താ ഇങ്ങനെ സംഭവിക്കണത്, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് ഈ വിഷയം ഒരു ഇൻഡിക്കേറ്ററാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻഡിക്കേറ്ററാണ്. എന്താ കാര്യം, നിനക്കിനി സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് നിൻ്റെ പെട്രോൾ തീരാനായിരിക്കുന്നു. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് എന്താ പറഞ്ഞത്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുക്കിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അനുഗ്രഹത്തിന്, അതായത് ലോകം മുഴുവനും പട്ടിണി കിടന്നാലും സിംഹക്കുട്ടികൾ 55-ാം സങ്കീർത്തനം എന്താ പറയണത്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം അല്ലേ. 34-ാം സങ്കീർത്തനം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 34:10 ഏറ്റുപറഞ്ഞ്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. കർത്താവേ, നിന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പം ഇതാ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു വെച്ചാൽ അവർക്ക് 4 ലക്ഷം രൂപ കടം, 4 ലക്ഷം രൂപ കടം. അവരുടെ നിർമ്മാണ യൂണിറ്റ് ഓർഡർ ഇല്ലാതെ ബ്ലോക്കായി. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബ്ലോക്കായി. കോവിഡ് കാലത്ത് എല്ലാം അടച്ചിട്ടിരിക്കുകയല്ലായിരുന്നു. പക്ഷേ ഇവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാത്രം ആ യൂണിറ്റിലേക്ക് തന്നെ ഏതാണ്ട് 10-40 ലക്ഷത്തിൻ്റെ PP കിറ്റിൻ്റെ ഓർഡർ കിട്ടി. ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല, ആ ഇടയ്ക്ക് കുറേ ആൾക്കാർ, അതായത് ഇത് എങ്ങനെ വെച്ചാൽ ആർക്കും ഈ ലോകത്ത് വർക്ക് നടക്കുന്നില്ലെങ്കിൽ, അതാണ് സിംഹക്കുട്ടി എന്ന് പറയാമല്ലോ. സിംഹക്കുട്ടിയാണ്, അല്ലാതെ മുയലിൻ്റെ കുട്ടിയല്ല. സിംഹക്കുട്ടി എന്ന് പറയുമ്പോൾ ഇര ഉണ്ടെങ്കിൽ ആ സാധനം പിടിച്ചിരിക്കും. അത്രയും പ്രാപ്തിയും കഴിവും ഉള്ളതാണ്. പക്ഷേ അതിന് പോലും ചിലപ്പോൾ ഇര കിട്ടത്തില്ല. ഇവിടുത്തെ മഹത്തായ സിനിമാ നടന്മാരൊക്കെ വീട്ടിലിരിക്കല്ലേ, എത്രയോ വർഷമായിട്ടിരിക്കണം, 1.5 കൊല്ലം ഇരുന്ന് ഒരു പടവും ഇല്ലാതെ. അവർക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇതല്ലേ ജോലിയുള്ളൂ, ഇതുപോലെ ഇതേ ജോലിയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പോലും ദൈവം ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് സന്ധിച്ചു പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങളും ദൈവത്തിൻ്റെ ആൾക്കാരല്ലേ? എല്ലാവരും ദൈവത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഭവം, ഇപ്പോൾ എല്ലാവരും നമ്മൾ മക്കളാണല്ലേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ എന്താ ഗുണം? അത് മക്കളാണെങ്കിൽ അവകാശികളാണ്. പറഞ്ഞേ, അവകാശികളാണ്. പക്ഷേ അവകാശികളാണ്, പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൂർത്തപുത്രൻ്റെ കഥ പറയുമ്പോൾ 2 മക്കളും അവകാശികളാണ് അല്ലേ. അതിൻ്റെ അകത്ത് ഇപ്പം ധൂർത്തപുത്രൻ്റെ കഥയിൽ 15-ാം അധ്യായം 11-ാം വാക്യം തൊട്ടാണ് ധൂർത്തപുത്രൻ്റെ കഥ തുടങ്ങണത്. 2 മക്കളുണ്ട്, മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? 2 മക്കളുണ്ട്, 2 പേരും അവകാശികളാണ്. പക്ഷെ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15-13 ഒരു മകനുണ്ട്. ഈ 15-13 മകൻ എന്തു ചെയ്യും? അവൻ ഇളയ മകനാണ്. അവനെന്ത് ചെയ്യും? അവകാശം മേടിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? വിദൂര ദേശത്തേക്ക് പോയെന്നാണ് പറയണത് ഇല്ലേ. പിന്നെ എന്താ അവന് സംഭവിച്ചത് നമുക്കറിയാം. പക്ഷെ മക്കളാണ്, അവകാശമുണ്ട്, അതിന് അവകാശം കിട്ടിയതുമാണ്. പക്ഷെ അവൻ അപ്പൻ്റെ കൂടെ നിന്നില്ല. ഇതിൻ്റെ പ്രോബ്ലം അതാണ്. അതായത് നമ്മൾക്ക് അവകാശം കിട്ടണം കിട്ടാത്തതല്ല,
നമ്മൾ എപ്പോൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ഭയങ്കര സീരിയസാണ്. അവകാശം നിലനിൽക്കണതും അവകാശം നിലനിൽക്കണത് അവകാശം അനുഭവിക്കാൻ യോഗ്യതയുള്ളതും രണ്ട് വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ അത് ഇപ്പോൾ 2 മക്കൾ ഇവർ രണ്ടുപേരും അവകാശികളാണ്. ഇളയ മകനും മൂത്ത മകനും അവകാശിയാണ്. ഇപ്പോൾ ഇളയവൻ പറഞ്ഞ് എൻ്റെ ഓഹരി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് അപ്പന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഓഹരി അവന് കൊടുത്തു. അപ്പോൾ 15, 11, 13 വിശുദ്ധ ലൂക്കാ സുവിശേഷം 15-13 എന്താ പറയണത്? അവന് കിട്ടിയപ്പോൾ തന്നെ, ഓഹരി കിട്ടിയപ്പോൾ തന്നെ അവൻ അപ്പനിൽ നിന്ന് പതുക്കെ അകന്നു പോയി. അനുഗ്രഹം കിട്ടുമ്പോൾ അകന്നു പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അത് ഭയങ്കര രസമാണ്. അനുഗ്രഹം കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു കാനഡയിലൊക്കെ പോണില്ല ആൾക്കാർ, അവരെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ജവമാല ചെല്ലിയോ? വീട്ടിലായിരുന്ന സമയത്ത് ജവമാല ചെല്ലിയ ആൾക്കാരാണ്. അവരെ വിളിച്ച് ചോദിച്ചത് നീ ഞായറാഴ്ചയാണല്ല നീ പള്ളിയിൽ പോയോ? അമ്മ ചോദിക്കുമോ? അമ്മയും ചോദിക്കത്തില്ല. അമ്മ എന്താ ചോദിക്കേണ്ടത്? എടാ ശമ്പളമായാ? എൻ്റെ പെങ്ങളെ വന്നിട്ടും പോയി, അവളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചല്ല നീ പോയിരിക്കണത്, അതെടുത്ത് കൊടുക്കണ്ടേ? അപ്പോഴും ദൈവത്തെക്കുറിച്ച് അമ്മയും ചോദിക്കത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമ്മളെ കൃപാസനത്തിൽ നോക്കുമ്പോൾ ഒത്തിരിയേറെ അമ്മമാരുടെ കണ്ണുനീരിന് പരിഹാരം കണ്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ അമ്മമാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ അമ്മയും കാനഡയിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചു ചോദിക്കണത് എന്താണ്? കാശയക്കണില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും അതുങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ചില അമ്മമാർക്ക്, എല്ലാ അമ്മമാരെയും നമുക്ക് കാടടച്ചൊന്നും പിടിവെക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ നല്ലവണ്ണമൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ചില സമയത്ത് നമുക്ക് ഓഹരി കിട്ടിക്കഴിയുമ്പോൾ, ഭൗതിക ഓഹരി ആയാലും, നമ്മൾ ഉടനെ വിദൂരദേശത്തേക്ക് പോകും, ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാ ധൂർത്തപുത്രൻ്റെ കഥയെന്ന് പറയണത്. എന്ന് വെച്ചാൽ കിട്ടിക്കഴിയുമ്പോൾ അകന്നു പോകും. അപ്പോൾ അതേസമയം തന്നെ മറ്റേ മകനെന്ത്? അവന് അവകാശിയാണ്. അവന് അവകാശിയാണെങ്കിലും അവന് അവകാശത്തിൻ്റെതായിട്ടുള്ള അത്യാവശ്യം കഞ്ഞിവെച്ച് പോകും. എന്നല്ല എക്സ്ട്രാ പരിപാടികളൊന്നും അവന് കിട്ടണില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂത്ത മകനും അവകാശിയാണ്. അവന് നല്ല ഉടുപ്പുണ്ട്, ഡ്രസ്സുണ്ട്, യാത്ര ചെയ്യാൻ കുതിരയുണ്ട്, അവന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനൊരു പ്രാവശ്യം ഒരു അനാവശ്യം ചോദിച്ചായിരുന്നു. അവൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഈ DJ പാർട്ടി നടത്താൻ വേണ്ടി ഒരാടിനെ ചോദിച്ചായിരുന്നു. അപ്പൻ എന്ന് പറഞ്ഞ് അവൻ ആട്ടി ഓടിച്ചാണ്. അതാണ് സംഭവം. ഇവൻ പക്ഷെ അത് ഇളയ മകനാണ് ചോദിച്ചെങ്കിൽ അപ്പൻ കൊടുത്തേനെ, അല്ലെങ്കിൽ അപ്പനെ അവൻ തന്തക്ക് വിളിക്കും. അതാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇളയ മകനാണ് അപ്പനോട് ആടിനെ ചോദിച്ചെങ്കിൽ നീ അഴിച്ചുകൊണ്ട് പോടാന്ന് പറയും. എന്താണെന്ന് വെറുതെ അവൻ്റെ വയൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് വിഷയം. അപ്പം അതുകൊണ്ട് മൂത്ത മകനോട് ബെയർ മിനിമം അത്യാവശ്യം വേണ്ട കാര്യമൊക്കെ കൊടുത്ത്, വീട്, ജോലി, വിവാഹം, എക്സ്ട്രാ ആയിട്ടൊന്നും കൊടുക്കത്തില്ല. എക്സ്ട്രാ ആയിട്ട് അവൻ ചോദിച്ചാൽ അത് കിട്ടത്തുമില്ല. അപ്പം ഈ എക്സ്ട്രാ ആയിട്ട് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിലും ഇവന് വലിയ പരിഭവമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇപ്പം പരിഭവത്തിന് ഒരു പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മുടിഞ്ഞ് തേച്ച് കഴുകാൻ പോയ അവകാശി പന്നിക്കൂട്ടത്തിൽ നിന്ന് തിരിച്ച് വന്ന്, അപ്പോഴാണ് പ്രശ്നം. പന്നിക്കൂട്ടത്തിൽ നിന്ന് വന്നെങ്കിലും കുഴപ്പമില്ല, പന്നിക്കൂട്ടത്തിൽ നിന്ന് പട്ടിക്കൂട്ടിൽ നിന്ന് എവിടെയെങ്കിലും വരട്ടെ. പക്ഷേ അതല്ല പ്രശ്നം. ഇപ്പം വന്നു കഴിയുമ്പോൾ അപ്പം കാണിക്കുന്ന കാട്ടായം കണ്ടപ്പോൾ അവൻ്റെ നിന്നടം മറന്നുപോയി. അപ്പം അവന് എക്സ്ട്രാ ഡ്രസ്സ് കൊടുത്തു. അവന് ഭയങ്കര വീട്ടിൽ തന്നെ ഭയങ്കര ഫങ്ഷനൊക്കെ നടത്തി. അപ്പം ഇവിടെ അങ്ങനെ ഫങ്ഷനൊന്നും ഇല്ലാത്തൊരു വീടാണ്. കാര്യം ഇളയ മകൻ പോയതിന് ശേഷം ഈ വീട്ടിൽ വലിയ ഫങ്ഷനൊന്നുമില്ല. കാര്യം ഫങ്ഷൻ്റെ പാർട്ടി പുള്ളിയാണ്. ഈ മൂത്തവൻ വലിയ ഫങ്ഷൻകാരനല്ല. പിന്നെ കൂട്ടുകാരോടൊക്കെ ചുറ്റികളിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീട് പൊതുവെ ഒരു സൈലൻ്റായിപ്പോയി. പക്ഷേ ഇവൻ തിരിച്ചു വരുമ്പോൾ ഇതുകൂടി ഇവൻ്റെ അവകാശബോധം, മൂത്തവൻ്റെ അവകാശബോധം ഒരു വിലപേശലിലേക്ക് പോകും. അതാണ് എപ്പോഴും ദൈവമായിട്ട് നമ്മളൊരു വിലപേശൽ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കിട്ടിയവനും ചിലപ്പോൾ കിട്ടാത്തവനും ദൈവമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു മിനിമം കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു വഴി കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ദൈവമായിട്ട് നമ്മുടെ വിലപേശന് പോകും. അവന് വിലപേശന് എന്താണ്? അപ്പോഴവൻ വീട്ടിൽ കയറാൻ അവൻ തന്നെ സ്ട്രൈക്കായി, സമരമായി. അവൻ നിരാഹാരമൊക്കെ നടത്തുകയല്ലേ വീട്ടിൽ നമ്മൾ, അതുപോലെ അവനും ഒരു സമരത്തിലായി.
അപ്പോഴേ അവന് മനസ്സിലാവും. അവനിനി അപ്പൻ നോക്കിയപ്പോൾ അപ്പൻ ഈ പാർട്ടിയുടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ജനലെ കൂടി നോക്കുമ്പോൾ ഇവനെ കാണുന്നുണ്ട്. അപ്പം അപ്പനോടത്ത് എന്തെങ്കിലും കയറാത്തത് ഇനി ഇവനെ കൂടി പോകുക എന്നും പറഞ്ഞ് ഇവനെപ്പോലെ പോകുകയെന്ന് വെച്ചാൽ അപ്പൻ ചാടി പുറത്ത് വീണു. അപ്പം അവനങ്ങനെ ഭയങ്കരമായിട്ട് ചുവന്ന് തൊണ്ടൊക്കെ ഇടറി ഇവൻ കുറേ ഡയലോഗ് പറയും. അതിൻ്റെ ആ ഡയലോഗിൽ ഒരു ഡയലോഗ് എന്ന് പറയണത് അപ്പൻ എന്ത് പണിയാണ് കാണിച്ചത്, അപ്പൻ്റെ കൂടെയല്ലേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നത്, എന്നിട്ട് ഒരു കുഞ്ഞാടിനെപ്പോലും എനിക്ക് തന്നില്ലല്ലോ. അതാണ് പുള്ളിയുടെ ബാർഗെയിൻ്റെ പ്രശ്നം. അതാണ് പുള്ളി അപ്പനുമായിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ. അപ്പം നമ്മളെ ബാർഗെയിൻ ചെയ്യുന്നില്ല ദൈവമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കാറ്റഗിസത്തിന് പോകുന്നുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഞായറാഴ്ചയാണെങ്കിലും ശരി ട്യൂഷനൊക്കെ ഒന്നും പള്ളിയിൽ പോകാതെ ഞാൻ ട്യൂഷന് പോലും പോകത്തില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പരിചയം തോറ്റുപോയി. അപ്പോഴാണ് നമുക്ക് അവകാശബോധം വരണത്. നമ്മൾ ഈ ട്യൂഷൻ പോയി കുർബാന കട്ട് ചെയ്ത് ട്യൂഷന് പോയ പാർട്ടി റാങ്കൊക്കെ മേടിച്ചിരിപ്പുണ്ട്. നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് ട്യൂഷന് പോകാതെ കുർബാനയ്ക്ക് പോയ ആൾക്കാർക്ക് റാങ്കില്ല. അപ്പോൾ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ചില മണ്ടികൾ അല്ലെങ്കിൽ മണ്ടന്മാർ ഫൈറ്റ് ചെയ്യും. പക്ഷേ നമുക്കറിയാമല്ലോ, ഒന്നും ഉറങ്ങിയാൽ നിരം വിളക്കത്തില്ലല്ലോ. എത്ര ഉറക്കം കഴിഞ്ഞാൽ ജീവിതം നിൻ്റെ ദൈവപൈതലേ, നിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം നിന്നെ പ്രകോപിപ്പിക്കാൻ നോക്കിയാൽ ബുദ്ധിയും ബോധമുള്ള ഒരു വിശ്വാസി, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കണം എപ്പോഴും, ഇഡിയറ്റ് ആയിരിക്കരുത്. എന്നുവെച്ചാൽ ദൈവം നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ വിലപേശാൻ പോകരുത്. അമ്മ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അമ്മയെ ഫോളോ ചെയ്യുന്ന ആളാണ്. അമ്മ ഒരിക്കലും ബാർഗെയിൻ ചെയ്യത്തില്ല, മിണ്ടാണ്ടിരിക്കേ ഉള്ളൂ. എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും അമ്മ മിണ്ടാണ്ടിരിക്കും. ഈശോ തന്നെ അമ്മയുടെ നില മറന്നുകൊണ്ട് അമ്മയോട് സംസാരിച്ചു. അമ്മയുടെ കഷ്ടപ്പാടൊന്നും നോക്കാതെ എത്രമാത്രം പരവേശപ്പെടുത്തി തലകുത്തി മറിഞ്ഞ് വെള്ളം കുടിച്ചാൽ കുടിക്കാതെയൊക്കെയാണ് തിരിച്ച് ഈശോയെ കാണാതെ പോയി ഈശോനെ കാണാൻ വേണ്ടി ജയിച്ചത്. അപ്പോൾ ഈശോ പറഞ്ഞ ഡയലോഗ് ഒന്നും കറക്റ്റ് ഡയലോഗ് അല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ സ്ഥാനത്ത് അത് കറക്റ്റാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അണ്ണാക്കം തള്ളി നടന്ന് കിതച്ചവിടെ എത്തണ ഒരു സ്ത്രീയോട് പറയാൻ പാടില്ല. അത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യയപ്രദനായിരിക്കേണ്ടവനല്ലേന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കൽ എററൊന്നും അതിൻ്റെ എത്തില്ല. അല്ലേ, ദൈവശാസ്ത്രപരമായിട്ട് ഒരു എററുമില്ല. പക്ഷേ തകർന്ന് തരിപ്പണമായിട്ട് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ഔഷധപിതാവ് ഒരാൾ പണിയെടുത്തിട്ടാണ് കാശ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഞ്ഞിവെപ്പ് കഴിഞ്ഞിട്ട് ബാക്കി വസ്ത്രവും കഴിഞ്ഞിട്ട് വീടിൻ്റെ മെയിൻ്റനൻസും കഴിഞ്ഞിട്ട് ബാക്കി ഇത്തിരി ഇട്ടുകൂട്ടുണ്ടാക്കിയിട്ടാണ് കൂശ് പൊട്ടിച്ചാണ് ഈ പരിപാടിക്ക് പോയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈശോ അവിടെ തങ്ങണത്. പിന്നെ ആരെങ്കിലും കടം മേടിച്ച് വായ്പ മേടിച്ചിട്ടാണ് രണ്ടാമത് കാണാൻ തിരക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് കേൾക്കുന്ന ഡയലോഗ് ഇതാണ്. അതായത് ഇതൊക്കെ പലപ്പോഴും ദൈവമായിട്ടുള്ള യാത്ര മുതലാകത്തില്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ മുതലാകാത്തതല്ല, ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണ പരിപാടിയാണ്. അറിയാതെ ഒരു സാധനം ചെയ്യത്തില്ല. ഇതൊക്കെ ടെസ്റ്റ്. അതായത് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ ഒരു വിശ്വാസത്തിൽ നിന്നൊരു നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്താൻ നോക്കുമ്പോൾ ദൈവം ടെസ്റ്റ് ഇതാണ് നമുക്ക് തരണത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. അവർക്ക് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിൽ നിന്നും മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ കർത്താവിൻ്റെ പാദം കഴുകിയില്ലേ ഒരു കക്ഷി? ആരാ കർത്താവിൻ്റെ പാദം കഴുകിയത്? ലാസറിൻ്റെ പെങ്ങള് ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ? ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായപ്പോൾ ലാസർ ഈശോയെ അവർ ഒരു ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതിൻ്റെ കാര്യം ഈ കാല് കഴുകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവർ തോന്നിവാസം പറഞ്ഞായിരുന്നല്ല, ഇവർ കർത്താവിൻ്റെ അടുത്ത് കുറേ തോന്നിവാസം പറഞ്ഞായിരുന്നു. എന്താ ദിവസം പറഞ്ഞത്? കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുകയില്ല, അതിനെ കൂനിയെന്നൊക്കെ പറഞ്ഞില്ലേ. അത് വലിയ കഷ്ടമായിപ്പോയി ശരിക്കും. ഇവർക്ക് പിന്നീടാണ് ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയ്യോ അങ്ങനെയൊക്കെയുള്ള ഡയലോഗൊന്നും പറയേണ്ട കാര്യമില്ല, ഈശോയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴേ ഇവളാണ് എൻ്റെ മെയിൻ ആൾ, മറിയമായിരുന്നു അതിൻ്റെ അകത്ത് മെയിൻ ആൾ. മർത്ത ഓടിച്ചെന്നായിരുന്നു ആദ്യമേ. അവൾ മറിയം വീട്ടിൽ തന്നെ ഇരുന്നെന്നല്ല ബൈബിൾ പറയണത്. അപ്പം മറിയത്തിന് വല്ലാണ്ട് കുറ്റബോധം. എന്താ കാര്യം? ഈശോയോട് അങ്ങനെയൊന്നും പറയേണ്ടിയില്ല എന്ന്. ഇപ്പോൾ ഈശോ ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ച ചില ആളാണ്. ഇത് നമ്മൊന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഈശോനെ ഒന്നും തോന്നിവാസം പറയേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇനി ഈശോ വരികയാണെങ്കിൽ ഞാൻ ഈശോയുടെ പാദങ്ങൾ പാദം കഴുകുമെന്ന് പറഞ്ഞു. ആരും അറിയാൻ പറഞ്ഞു. അപ്പോൾ അവൾ അതിനു വേണ്ടി കരുതിയാണ്
ഈശോ വന്നപ്പോഴത്തെ അത് അവളുടെ അനുതാപമാണ് അവിടെ. പക്ഷേ അതാണ് സംഭവം. എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ ദൈവത്തിനോടുള്ള ഡീലിങ്സിൽ നമ്മുടെ ഒരു പരിഭവം, ഒരു പരാതിയാണ് പറഞ്ഞത്. കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതൊരു പരാതിയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പരാതി കഴിഞ്ഞപ്പോൾ ഈശോ അതൊന്നും ശ്രദ്ധിച്ചില്ല. പരാതിയാണ് നീ പറയണത്, നീ എന്തിനാണ് പരാതി പറയണത്, ഇങ്ങനെയാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്, നീ അന്ന് പാതാന്തികത്തിലിരുന്ന് കുറേ വചനം കേട്ട് മാർത്താ ചമ്മന്തിയൊക്കെ അല്ല, ഞാൻ അവളല്ല എന്നെ വഴക്കിട്ടത്, നിന്നെ വഴക്കിട്ടില്ലല്ലോ, ഈ വചനം കേട്ടിട്ട് നിനക്കെന്ത് പ്രയോജനം, അവക്കല്ലേ ഇപ്പോൾ പ്രയോജനം ഉണ്ടായത്, അവളല്ലേ ഓടി ആദ്യം വന്നത്. അങ്ങനെ ഒന്നും ഈശോക്ക് പറയാമായിരുന്നു, പക്ഷേ ഈശോ പറഞ്ഞില്ല. പക്ഷേ ഇവർക്കത് ശരിക്കും കൊണ്ട് അവർ പറഞ്ഞു, ഇനി ഈശോ വരുമ്പോൾ ഞാൻ പാദം കഴുകുമെന്ന് പറഞ്ഞു. പാദം കഴുകിക്കൊണ്ടിരിക്കണവളെ. അപ്പോഴുണ്ടൊരു മനുഷ്യൻ എന്താ പറയണത്, എല്ലാം മാനുഷ്യമായി കാണുന്ന ഒരു ആൾക്കാരുണ്ടായി മനുഷ്യൻ്റെ കൂട്ടത്തിൽ, അല്ലേ? അപ്പം യൂദാസ് എന്താ പറഞ്ഞത്, 12:5 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:5 എന്താ പറയണത്, ഈ പൈസ എന്തിനാ വേസ്റ്റാക്കിയത്, ഇത് 300 ദനാറയ്ക്കുള്ള സുഗന്ധമില്ലേ, ഇത് വേസ്റ്റല്ലേ, ഇത് പുറത്ത് കൊടുത്താൽ, ഇപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ പറയത്തില്ലേ, പള്ളിയൊക്കെ വെക്കാൻ പറയുമ്പോൾ, ഈ പള്ളി വെക്കണ സമയത്ത് വല്ല പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പോലെ ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ വല്ല പെണ്ണുങ്ങളെ കെട്ടിച്ചിട്ടുണ്ടോ, വല്ല 5 പൈസ കൊടുത്തിട്ടുണ്ടോ? കല്യാണ കവർ കൊടുത്തു വിട്ട് അല്ലിന്ന് പൈസ അടിച്ചു മാറ്റുന്ന പാർട്ടിയാണ് നമ്മൾ. എല്ലാ വീട്ടിൽ കല്യാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര 5 പൈസ കുറക്കാമെന്ന് ഞാൻ ഇവനിരിക്കണത്. കല്യാണത്തിനൊക്കെ വീട്ടിൽ പൈസ കൊടുത്ത് വിടത്തില്ലേ, അമ്മ തന്നെ പറയും, നിൻ്റെ അടുത്ത് കാശ് തരത്തില്ല, അവിടെ എത്തത്തില്ലെന്ന് പറയും. ആ പാർട്ടിയാണ് ഈ പറയണത്, പള്ളി വെക്കണ സമയത്ത് പെൺകൊച്ചുങ്ങളെ കെട്ടിക്കാൻ പറ്റും. അതുപോട്ടെ, അതിനെക്കുറിച്ച് വിമർശിക്കും. പക്ഷേ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനുഷിക ചിന്തയുണ്ട്, ഒരു ദൈവിക ചിന്തയുണ്ട്. ദൈവകൃപയുള്ളവന് മാത്രമേ ദൈവിക ചിന്ത വരത്തുള്ളൂ. യൂദാസ് പറഞ്ഞത് ഒരു മാനുഷികമായ ചിന്തയാണ്. അങ്ങനെ പറഞ്ഞത് തെറ്റില്ല. കർത്താവ് പറഞ്ഞു, നീ അത് അവളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ഭൂമിയിൽ എവിടെയെങ്കിലും സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്ത കാര്യം ആദ്യം പറയുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ സെറ്റിൽമെൻ്റ്, ആ മറുപടി അതാണ് കറക്റ്റ്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഒക്കെ സംഭവിച്ചാലും, ഇപ്പോൾ അമ്മയോട് ഈശോ ഇങ്ങനെ സംസാരിക്കണം, ബാർഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ പിറുപിറുക്കുക ദൈവവുമായിട്ട്. ദൈവം അങ്ങോട്ട് ഞാൻ ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ടും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അത് ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിലുള്ള മെയിൻ പോയിൻ്റാണ്. അതെങ്ങനെയാണ് കാര്യം തിരിഞ്ഞ് വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പ്രസരണ നഷ്ടം എന്നാണ് ഇനി പറയണത്. കാര്യം നമ്മൾ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി കമ്പി പോകുന്നു, അപ്പോൾ അതിന് ഒരു മരത്തിൻ്റെ ശാഖ മുട്ടിക്കിടക്കണമെങ്കിൽ ഉടനെ ആ ശാഖയിലേക്ക് കുറേ കറണ്ട് പോകും. അതാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്ത് ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, പക്ഷേ അതേസമയം തന്നെ നമുക്ക് പിറുപിറുപ്പുണ്ട്. നമുക്ക് കർത്താവുമായിട്ട് എന്നോട് അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ അവൻ ചോദിക്കണില്ലേ, മൂത്തമോൻ ചോദിക്കണേ എന്താണ്, നീ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഞാൻ നിന്നോടൊരു ആട്ടും കുഞ്ഞിനെപ്പോലും ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ലേ. അത് ഒരു ബാർഗെയിനിങ് ആണ് സംഭവം. അപ്പോൾ അപ്പൻ പറയുന്നൊരു മറുപടിയുണ്ട്, എന്താണ്, എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്.